കോൺഗ്രസിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരം ഇന്ദിരാഭവൻ ഈ മാസം 15-ാം തീയതി ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധിയാണ് പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. സോണിയ കോൺഗ്രസ് അധ്യക്ഷയായിരിക്കെ 2016 ഈ പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ തുടങ്ങിയത്. ഈ പുതിയ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് നമ്മുടെ പ്രതിനിധി നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ പുതിയ മന്ദിരം എപ്പടി? എസ് കെ, ഗുഡ് മോർണിംഗ്. എന്തായാലും പുതിയ മന്ദിരം അതിപ്പോൾ ഈ മാസം 15-നാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അവസാനവട്ട മിനുക്കുപണിയിലേക്ക് ഇപ്പോൾ നടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങൾക്കുള്ളിൽ പ്രവേശനമില്ല. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, 6 നിലകളിലായി ഒരു വലിയ കെട്ടിടം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. 2016 സോണിയാഗാന്ധി അധ്യക്ഷയായിരിക്കാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് ഏതാണ്ട് വർഷങ്ങളോളം നീളുകയായിരുന്നു. 2019 പണി കഴിപ്പിച്ച് ഉദ്ഘാടനം നടത്താനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ പിന്നീട് സാങ്കേതിക കാരണങ്ങളെല്ലാം തന്നെ കാരണം അത് നീണ്ടു പോവുകയായിരുന്നു. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ, അതായത് 24 അക്ബർ റോഡ് എന്ന വിലാസം മാറി കോട്ട്ല മാർഗിലെ 9A എന്ന വിലാസത്തിലേക്ക് കോൺഗ്രസ് മാറുകയാണ്. ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലം കോൺഗ്രസിൻ്റെ മേൽവിലാസമായിരുന്നു അക്ബർ റോഡിലെ 24-ാം നമ്പർ കെട്ടിടം. നമുക്കറിയാം, പല ദേശീയ രാഷ്ട്രീയ ചർച്ചകൾക്കെല്ലാം തന്നെ നിർണായക വേദിയായ ഒരു കേന്ദ്രമാണത്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഉയർച്ച താഴ്ചകളെല്ലാം തന്നെ കണ്ടൊരു മന്ദിരം കൂടിയാണ് അക്ബർ റോഡിലെ 24-ാം നമ്പർ എന്ന മന്ദിരം. എന്തായാലും ഒരു പുതുവർഷത്തിൽ പുതിയ വിലാസവുമായി കോൺഗ്രസ് ഒരു പുതിയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നു എന്ന് തന്നെ പറയാം. സംഘടനാ തലത്തിലടക്കം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ പുതിയ മേൽവിലാസമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഈ മേൽവിലാസത്തിലും ഒരു കൗതുകമുണ്ട് സ്കെയിൻ. കാരണം തൊട്ടടുത്താണ് ദീൻ ദയാൽ ഉപാധ്യായ മാർഗ്. നമുക്കറിയാം, BJP-യുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ആ ഒരു വിലാസം വരാതിരിക്കാൻ കോൺഗ്രസ് ഒരു പ്രത്യേക ജാഗ്രത പുലർത്തിയെന്ന് തന്നെ പറയാം. കോട്ട്ല മാർഗിലെ 9A എന്ന വിലാസമാണ് സ്വീകരിച്ചിരിക്കുന്നത്. 2016 ഈ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ അന്ന് പ്രധാന പങ്കുവച്ചിരുന്നത് അഹമ്മദ് പട്ടേലും മോത്തിലാൽ വോറയുമായിരുന്നു. രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എന്തായാലും ഈ ഒരു ഉദ്ഘാടനം അത് വലിയ ആഘോഷമാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ കൂടാതെ മറ്റു AIC ജനറൽ സെക്രട്ടറിമാർ, AIC സെക്രട്ടറിമാർ കൂടാതെ മുൻ മുഖ്യമന്ത്രിമാരും അതോടൊപ്പം തന്നെ പാർലമെന്ററി പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ നിര തന്നെ ഈ ഒരു കോൺഗ്രസ് ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിനായി ഇവിടെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 400 പേർ, ഈ ഒരു നേതാക്കളെല്ലാം തന്നെ 400 പേരോളം ഇവിടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് അധ്യക്ഷനെ കൂടാതെ AIC സെക്രട്ടറിമാർ, ജനറൽ സെക്രട്ടറിമാർ, അതോടൊപ്പം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെല്ലാം തന്നെ ഈ പുതിയ ആസ്ഥാന മന്ദിരത്തിൽ പ്രത്യേക മുറികളുണ്ടാകും. നമുക്കറിയാം, 6 നില കെട്ടിടമാണ്. ലൈബ്രറി, കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെയുള്ള വിശാലമായ ഒരു കെട്ടിടം തന്നെ ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്തായാലും പുതിയ മേൽവിലാസത്തിൽ കോൺഗ്രസ് മാറുമ്പോൾ പുതിയ രാഷ്ട്രീയ ചരിത്രത്തിന് തന്നെ തുടക്കം കുറിക്കുന്നു എന്നാണ് കോൺഗ്രസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ.